എം.ആർ. അജിത് കുമാറിന്റെ തെറിച്ചുപോയ DGP സ്ഥാനം S. ശ്രീജിത്തിന് ലഭിക്കുമെന്ന് മനസ്സിലായതോടുകൂടിയാണ് ഉന്നതർ തമ്മിലടിക്കാൻ തീരുമാനിച്ചത്. തൽക്കാലം ശ്രീജിത്തിന് DGP സ്ഥാനം നൽകാൻ സർക്കാർ തയ്യാറായേക്കില്ല. ഹൈക്കോടതി പ്രതികരണങ്ങൾ മറികടക്കാൻ സർക്കാർ തയ്യാറാവില്ല എന്ന് ഉറപ്പാണ്. അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ADGP S. ശ്രീജിത്തിന് സർക്കാർ നൽകിയ ക്ലീൻ ചീറ്റ് റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കി. കേസിൽ ചീഫ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ കടുത്ത വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. പരാതിക്കാരനായ ദിബിൻ ഇടവരയുടെ മൊഴി S. ശ്രീജിത്തിന്റെ സാന്നിധ്യമില്ലാതെ വിശദമായി വീണ്ടും രേഖപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. 3 ആഴ്ചയ്ക്കകം പരാതിക്കാരനെ കേട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വിജിലൻസിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയെന്നും വിദേശത്ത് യൂണിഫോം ധരിച്ച് പരിപാടിയിൽ പങ്കെടുത്തുവെന്നുമാണ് ശ്രീജിത്തിനെതിരായ പ്രധാന ആരോപണങ്ങൾ. എന്നാൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ ഉൾപ്പെടെ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സർക്കാർ ക്ലീൻ ചീറ്റ് നൽകിയതെന്ന് കോടതി നിരീക്ഷിച്ചു. ADGP എം.ആർ. അജിത് കുമാർ സസ്പെൻഷനിലായ പശ്ചാത്തലത്തിൽ DGP റാങ്കിലേക്ക് S. ശ്രീജിത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കെയാണ് ഈ കോടതി നടപടി ഉണ്ടായിരിക്കുന്നത്. നിതിൻ അഗർവാൾ വിരമിക്കുന്ന ഒഴിവിലേക്ക് ശ്രീജിത്തിനെ പരിഗണിക്കാൻ സർക്കാർ തലത്തിൽ നീക്കങ്ങൾ സജീവമായിരുന്നു. നേരത്തെ ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ച KM ഷാജഹാനെതിരെ S. ശ്രീജിത്ത് നൽകിയ മാനനഷ്ട കേസിൽ തിരുവനന്തപുരം കോടതി അദ്ദേഹത്തിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചിരുന്നു. എങ്കിലും ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ് ശ്രീജിത്തിന്റെ പ്രമോഷൻ സാധ്യതകളെ ഏതു തരത്തിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ ഇനി സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. വിധിപ്പകർപ്പിന്റെ പൂർണ്ണരൂപം പരിശോധിച്ച ശേഷമേ സ്ഥാനക്കയറ്റ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ഫെബ്രുവരി 1 മുതൽ 3 വരെയാണ് ADGP S. ശ്രീജിത്ത് ദുബായ് സന്ദർശിച്ചത്. ഈ യാത്രയ്ക്ക് സർക്കാരിന്റെ മുൻകൂർ അനുമതി ഉണ്ടായിരുന്നുവെന്നും അവിടെ നടന്ന സ്വകാര്യ പരിപാടിയിൽ അദ്ദേഹം പോലീസ് യൂണിഫോം ധരിച്ചിരുന്നില്ലെന്നുമാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പൂർണ്ണമായും കളവാണെന്ന് ആരോപിച്ചാണ് പരാതിക്കാരനായ ദിബിൻ ഇടവന ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ ഈ കേസിൽ പരാതിക്കാരനടക്കം സംയുക്ത ഹിയറിംഗ് നടത്താൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ADGPക്കൊപ്പം ഹിയറിംഗ് പങ്കെടുക്കാൻ തനിക്ക് കഴിയില്ലെന്ന നിലപാടാണ് ദിബിൻ സ്വീകരിച്ചത്. തുടർന്ന് പരാതിക്കാരനെ കേൾക്കാതെ ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി സമർപ്പിച്ച റിപ്പോർട്ടാണ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം നൽകിയില്ല എന്ന പരാതിക്കാരന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പുതിയ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും ഇനി ഈ പരാതിയിൽ ഹിയറിംഗ് നടത്തി തീരുമാനം എടുക്കേണ്ടത്. പരാതിക്കാരനായ ദിബിൻ ഇടവനയെ നേരിട്ട് കേട്ട് അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ കൂടി പരിഗണിച്ച ശേഷം പുതിയ റിപ്പോർട്ട് തയ്യാറാക്കണം. ഈ റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മുമ്പ് ഇടതു സർക്കാരിന്റെ കാലത്താണ് ശ്രീജിത്തിന് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്നാൽ ഇന്ന് സാഹചര്യം അതല്ല. പുതിയ സർക്കാരിന്റെ നയം ഇടതുമുന്നണിക്ക് ഒപ്പമാകില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രിക്ക് താല്പര്യം ശ്രീജിത്തിനെയല്ല, പകരം ADGP PP വിജയനെയാണ്. അതുകൊണ്ടാണ് ശബരിമല ചീഫ് പോലീസ് കോഓർഡിനേറ്ററായി ക്രമസമാധാന ചുമതലയുള്ള ADGP P വിജയനെ സർക്കാർ നിയോഗിച്ചത്. S. ശ്രീജിത്തിന് പകരമാണ് വിജയന് ചുമതല നൽകിയിരിക്കുന്നത്. ശ്രീജിത്ത് ജയിൽ മേധാവിയായി നിയമിതനായതോടുകൂടിയാണ് സർക്കാർ നടപടി. ശബരിമല തീർത്ഥാടനത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ കാര്യങ്ങളും P വിജയൻ ഏകോപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തീർത്ഥാടനം കുറ്റമറ്റതാകാൻ ലക്ഷ്യമിട്ട് മാസങ്ങൾക്ക് മുൻപേ തന്നെ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് നിയമനം. 2024 ഒക്ടോബറിൽ M.R. അജിത് കുമാറിന് പകരമാണ് ശ്രീജിത്തിനെ നിയോഗിച്ചത്. 2 വർഷത്തോളം ശ്രീജിത്തിനായിരുന്നു ചുമതല. 2011 ശബരിമലയിൽ സ്പെഷ്യൽ ഓഫീസർ ആയിരുന്ന P വിജയൻ നടപ്പിലാക്കിയ പുണ്യം പൂങ്കാവനം ശുചീകരണ പദ്ധതി ഏറെ ചർച്ചയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരെ പ്രശംസ പിടിച്ചുപറ്റിയ പദ്ധതിയായിരുന്നു അത്. പുണ്യ പൂങ്കാവനം പദ്ധതിയുടെ പേരിലായ വിജയനെതിരെ ആരോപണം ഉയർന്നത്. ഇതിന് പിന്നിൽ അജിത് കുമാറാണെന്ന ആരോപണം ഉയർന്നിരുന്നു. കൂലിപ്പണിക്കാരന്റെ മകനായാണ് വിജയൻ ജനിച്ചത്. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് IPS നേടിയ ചരിത്രമാണ് IGP വിജയന്റേത്. ഔദ്യോഗിക ജീവിതത്തിൽ ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരുടെയും കയ്യടി നേടിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിന്റെ പിന്നിൽ ഉയർന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. ആർക്കും എപ്പോഴും കാണാനും സംസാരിക്കാനും കഴിയുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പുത്തൂർ മഠത്തിൽ കൂലിപ്പണിക്കാരനായ P വേലായുധന്റെ മകനായി ജനിച്ച IGP വിജയന്റെ IPSലേക്കുള്ള യാത്ര ഒരു മോട്ടിവേഷണൽ സ്റ്റോറി തന്നെയാണ്. പത്തിൽ തോറ്റ വിജയൻ ചുമടെടുക്കാൻ വരെ പോയി. ഇക്കാലത്ത് ഒരു ദിവസം വന്ന പത്രവാർത്തയാണ് വിജയന് പുതിയൊരു വെളിച്ചം ജീവിതത്തിൽ നൽകിയത്. പാവപ്പെട്ട വീട്ടിലെ കുട്ടി IAS നേടിയ വാർത്തയായിരുന്നു അത്. പിന്നീട് ചീഫ് സെക്രട്ടറിയായി PV ജോയിയെ കുറിച്ചായിരുന്നു ആ വാർത്ത എന്ന് അദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മൾ ഓർത്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആദ്യത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ IASഉം IPSഉം കിട്ടിയില്ല. വീണ്ടും പരീക്ഷ എഴുതി കിട്ടിയില്ല. അത്തവണ RPFൽ കിട്ടി. അതിനിടെ കുറച്ചുനാൾ കോളേജ് അധ്യാപകനായി. ഇതിനിടെ വീണ്ടും സിവിൽ സർവീസ് എഴുതിയപ്പോൾ കിട്ടിയല്ല. പക്ഷേ നിരാശകരാകാതെ അടുത്ത തവണ എഴുതിയപ്പോൾ IPS കിട്ടി.
CNN അതുപോലെ തന്നെ IBN 2014 ഇന്ത്യൻ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് വിജയനെയായിരുന്നു. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയാണ് അന്ന് പുരസ്കാരം സമ്മാനിച്ചത്. ഓൺലൈൻ വോട്ടെടുപ്പിൽ ഒന്നാമതെത്തിയാണ് വിജയൻ പുരസ്കാരം നേടിയത്. ശബരിമലയിലേക്കുള്ള പുണ്യ പൂങ്കാവനം നടപ്പന്തലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ IGP വിജയനെ അഭിനന്ദിക്കുകയും ചെയ്തു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും പുണ്യ പൂങ്കാവനവും തുടങ്ങി വിജയൻ നടപ്പാക്കിയ പദ്ധതികൾ പലതാണ് നമ്മുടെ നാട്ടിൽ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിനുള്ള വഴി കൂടി തെളിയുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അതില്ല എന്ന് പലരും വ്യക്തമാക്കുന്നു. എന്തായാലും ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ വ്യക്തിവൈരാഗ്യമാണ് സസ്പെൻഷന് കാരണമെന്നാണ് വിജയനെ അനുകൂലിക്കുന്നവർ ആരോപിച്ചത്. തട്ടിപ്പു കേസിലെ പ്രതിയോടൊപ്പം പടമെടുത്ത് രസിച്ചവർ പോലും യാതൊരു നടപടിക്കും വിധേയരാകാതെ തുടരുമ്പോൾ വിജയനെതിരായ നടപടി പകപോക്കലാണ് എന്ന് അദ്ദേഹം അനുകൂലിക്കുന്നവരുടെ വാദം ഉണ്ട്. മോൻസൺ കേസിൽ ആരോപണ വിധേയരായിരിക്കെ ഹൈക്കോടതി വരെ പരാമർശം നടത്തിയിട്ടും എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതി ഷാരൂഖ് ഖാനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന പോലീസുകാരുമായി ബന്ധപ്പെടുന്ന പേരിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. ഞെട്ടലോടുകൂടിയാണ് കേരളം ഇത് കേട്ടത്. തീവ്രവാദ വിരുദ്ധ സേനയുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെന്ന നിലയിലാണ് വിജയൻ ഷാരൂഖ് ഖാനെ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടത്. ഇതിൽ സംസ്ഥാനത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരൊന്നും നീതികേട് കാണുന്നില്ല. ഒരു ഉന്നത IPS ഉദ്യോഗസ്ഥൻ തന്റെ കീഴിലുള്ള പോലീസുകാരെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നത് എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നവർ നിരവധിയുണ്ട്. IG യുടെ സസ്പെൻഷന് പിണറായിയുടെ ഇല്ലാത്ത ഇമേജിന് കൂടുതൽ ദോഷമുണ്ടാക്കി. സർക്കാരിൽ അമിത സ്വാധീനമുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടലാണ് സസ്പെൻഷന് പിന്നിലെന്ന് മനസ്സിലാക്കി ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന വിധത്തിലാണ് വിജയനെയും സസ്പെൻഡ് ചെയ്തത്. ഇതാണ് സംസ്ഥാനത്തെ അവസ്ഥയെന്ന് ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും മുന്നറിയിപ്പിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് നൽകിക്കഴിഞ്ഞു. മുൻപ് ഇടത് സർക്കാരിന്റെ കാലത്താണ് ശ്രീജിത്തിന് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്നാൽ ഇന്ന് സാഹചര്യം അതല്ല. പുതിയ സർക്കാരിന്റെ നയം ഇടതുമുന്നണിക്കൊപ്പമാകില്ല. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് താല്പര്യം ശ്രീജിത്തിനെയല്ല, പകരം ADGP PP വിജയനെ തന്നെയാണ്. അതുകൊണ്ടാണ് ശബരിമല ചീഫ് പോലീസ് കോഓർഡിനേറ്ററായി ക്രമസമാധാന ചുമതലയുള്ള ADGP P വിജയനെ സർക്കാർ നിയോഗിച്ചത്. ശ്രീജിത്തിന് പകരമാണ് വിജയന് ചുമതല നൽകിയിരിക്കുന്നത്. ശ്രീജിത്ത് ജയിൽ മേധാവിയായി നിയമിതനായതോടുകൂടിയാണ് സർക്കാർ നടപടി. ശബരിമല തീർത്ഥാടനത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള എല്ലാ കാര്യങ്ങളും P വിജയനെ ഏകോപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. തീർത്ഥാടനം കുറ്റമറ്റതാക്കാൻ ലക്ഷ്യമിട്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് നിയമനം. 2024 ഒക്ടോബറിൽ MR അജിത് കുമാറിന് പകരമാണ് ശ്രീജിത്തിനെ നിയോഗിച്ചത്. 2 വർഷത്തോളം ശ്രീജിത്തിനായിരുന്നു ചുമതല. 2011 ശബരിമലയിൽ സ്പെഷ്യൽ ഓഫീസറായിരുന്നു P വിജയൻ.